ദത്താഞ്ജനേയ ക്ഷേത്രം എന്ന ഈ പുണ്യഭൂമിയിൽ എത്തുമ്പോൾ തന്നെ ആളുകൾക്ക് അനുഭവമാകുന്നത് സമാധാനമാണ് മെയിൻ. ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ള വഴിപാടുകളുടെ ഒരു പ്രത്യേകതകളാണ്. ഒന്ന്, കാര്യസിദ്ധി ആഞ്ജനേയന് 41 ദിവസത്തെ നാളികേര കാര്യസിദ്ധി പൂജയുണ്ട്. അത് പലർക്കും അനുഭവം അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ 3 തരത്തിലുള്ള ആഞ്ജനേയ പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രം ദത്താഞ്ജനേയ ക്ഷേത്രം ഇവിടെയാണെന്നാണ് എൻ്റെ അറിവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശ ആഞ്ജനേയൻ, കാര്യസിദ്ധി ആഞ്ജനേയൻ, പഞ്ചമുഖ പാതാള ആഞ്ജനേയൻ. അപ്പോൾ ഇത് 3ഉം കൂടിയിട്ട് നമുക്കൊരു സ്ഥലത്ത് തൊഴാൻ പറ്റാമെന്ന് പറയണത് അതീവ ഒരു എന്താ പറയണേ, സാധിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ കേരളത്തിൽ വെച്ചിട്ട്. വേറെ പുറം സ്റ്റേറ്റുകളിൽ ഉണ്ടാവുമായിരിക്കാം. പിന്നെ ഇത്രയും നല്ലൊരു പുണ്യഭൂമിയിൽ വന്ന് എനിക്ക് ഇത്ര അടുത്ത് വന്ന് തൊഴുത് പോകാൻ പറ്റണമെന്ന് പറയുന്നത് എനിക്കൊരു ഇത് തന്നെയാണ്, അനുഗ്രഹം തന്നെയാണ്. പിന്നെ നിത്യം ഇവിടെ അന്നദാനം, അത് മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു പൈസ പോലും വാങ്ങിക്കാതെയോ ആ അന്നദാനം നടന്നുകൊണ്ടിരിക്കുക സദാ ദിവസങ്ങളിൽ. പിന്നെ ഇവിടെ വന്ന് എല്ലാവരും അനുഭവസ്ഥരാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലും. പഞ്ചമുഖ പാതാള ആഞ്ജനേയൻ്റെ സന്നിധിയിൽ അത്തം നാളിൽ മാത്രമേ പൂജയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് അതിൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രത്യേക പൂജ എല്ലാ മാസത്തിലും അത്തം നാളിന് മാത്രമേ ഉള്ളൂ. അത് രാത്രി ഇവിടുത്തെ പൂജ കഴിഞ്ഞിട്ട് ശേഷം. അപ്പോൾ അതിന് വഴിപാടിന് സ്പെഷ്യൽ പൂജയ്ക്ക് ചീട്ടെടുക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ ഓരോ ആയില്യ നാളിനും ദൈവങ്ങൾക്കും പൂജയുണ്ട്. ദത്താഞ്ജനേയ ക്ഷേത്രത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഒരു പ്രാർത്ഥന നടത്തിയ അനുഭവം പിന്നെ അവരെ തന്നെ കൂട്ടിക്കൊണ്ടുവരും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.